ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ്. ആക്ടിവിറ്റി 8. സം ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. റൈറ്റ് ദം ഇൻ ഓർഡർ. നമ്മുടെ കഥയിലെ ഈവൻറ്റ്സ് ഇവിടെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിലേക്ക് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ ഓരോരോ ഈവൻറ്റ്സ് നമുക്ക് വായിച്ചാലോ. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. Kavita was cradling her younger brother. Naveen noticed a girl next to the window. Sasha gave a picture storybook to Kavita. ഇവിടെ ഇപ്പോൾ 5 ഈവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ 5 ഈവൻറ്റ്സും എവിടെയൊക്കെയോ ഷഫിൾ ചെയ്തിട്ടാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്താലോ? റെഡിയല്ലേ? അപ്പോൾ ഓരോ സംഭവം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ്, നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. ഇനി സെക്കൻഡ് എന്താണ് വരിക നമ്മുടെ കഥയിൽ? കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. അടുത്തതോ? അടുത്ത ഇൻസിഡൻറ്റ് വരുന്നത് ഏതാണെന്ന് നോക്കിയാലോ. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ് വരിക? സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ലാസ്റ്റ് വൺ ഏതാണ് നോക്കിയാലോ. ലാസ്റ്റ് വൺ, ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 8. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.